ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നൈലോൺ ബാൻഡിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുൻപ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ലേഡീസ് ഫിംഗറിനെ കുറിച്ചാണ്. ഈ ലേഡീസ് ഫിംഗറിലുണ്ട് രണ്ട് ഐറ്റം, അതായത് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട്, വലിയുന്നതും വലിയാത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വലിയുന്ന ടൈപ്പ് ഏതാ, വലിയാത്ത ടൈപ്പ് ഏതാ, ക്വാളിറ്റി ഉള്ളത് ഏതാ, ക്വാളിറ്റി ഇല്ല ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, ഇതെങ്ങനെ മുറിച്ച് കട്ട് ചെയ്യേണ്ടത്, പിന്നെ എത്ര രൂപയൊക്കെ സെയിലാക്കാമെന്നുള്ളതൊക്കെ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ തന്നെയാണ്, ചെറിയ കുറച്ച്. അപ്പോൾ ഇത് എത്ര പീസ് കിട്ടും, 100 ഗ്രാമിൽ എത്ര പീസ് കിട്ടും എന്ന് കരുതി നിങ്ങൾ 100 ഗ്രാം ചോദിച്ചിട്ട് വിളിക്കരുത്. ഏത് ഐറ്റംസ് ആണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ 1/4 kg ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 100 ഗ്രാം എത്ര ഉണ്ട്, എത്ര രൂപയാണ് 100 ഗ്രാമിനൊക്കെ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നോക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണിച്ചു തരാം. കണ്ടോ, കറക്റ്റ് 100 ഗ്രാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതെത്ര പീസ് കിട്ടുന്നുണ്ട്, അതുപോലെ അത് ക്വാളിറ്റിയിലും ക്വാളിറ്റി എങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കത്രിക നല്ല മൂർച്ചയുള്ള കത്രിക എടുക്കാൻ നോക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുന്ന പീസ് മൂർച്ചയില്ലാത്ത കത്രിക കൊണ്ടാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്തിനും പറ്റാത്ത രീതിയിലാവും ആ പീസ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് മൂർച്ചയുള്ള കത്രിക എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം, എന്ത് ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടല്ലേ വലിയുന്ന, കണ്ടോ? ഇതാണ് ക്വാളിറ്റി കുറവുള്ള മെറ്റീരിയൽസ് കേട്ടോ. ക്വാളിറ്റി കുറവ് വെച്ചതിന് റേറ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം റേറ്റ് തന്നെ കൊടുക്കണം. പക്ഷേ നമുക്കത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ് ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും. എനിക്ക് സാധാരണ ഇത്രയും ഞാൻ മെറ്റീരിയൽസ് ഇറക്കിയിട്ട് സാധാരണ വരാറുള്ളത് രണ്ടും മിക്സ് ആക്കിയിട്ടാണ്. അതായത് അവർ കൊടുത്തയച്ചിരുന്ന തന്നെ, അതായത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയാമല്ലോ നമ്മൾ. നല്ലതുണ്ടാവും, വലിയാത്ത ടൈപ്പ് ഉണ്ടാവും, വലിയുന്ന ടൈപ്പും. അപ്പം ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് രണ്ടും മിക്സ് ആക്കിയിട്ട് തന്നെയാണ്. എന്ന് കരുതി അധികം റേറ്റ് വരുന്നൊന്നുമില്ല. എന്ന് കരുതി ക്വാളിറ്റി കുറവാണെന്ന് കരുതിയിട്ട് നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ഇതാവുന്നേ ഉള്ളൂ, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. വലിയുന്നേ ഉള്ളൂ, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. പിന്നെ ക്വാളിറ്റി കൂടുതലുള്ള മെറ്റീരിയൽസ് എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസാണിത്. എനിക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് വലിയുന്നുണ്ടോ നോക്ക്. ഇതിൻ്റെ അത്ര വലിയുന്നുണ്ടോ? ഞാൻ രണ്ടും സെയിം തന്നെ പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കണ്ട, ഇതൊക്കെ ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ, ഇതും ക്വാളിറ്റി ഉള്ളതാണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് വലിച്ചു നോക്കിയാൽ നമുക്ക് വണ്ണ് മെറ്റീരിയൽസ് എടുക്കുകയാണെങ്കിൽ തന്നെ വലിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാൻ പറ്റുന്നത് ക്വാളിറ്റി ഉണ്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും വന്നിട്ടുണ്ടായിരുന്നത് ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം വന്നതിൽ കഴിഞ്ഞാൽ 2 ദിവസം മുൻപ് വന്നതിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതൊക്കെ കാണിച്ചു തരാം, എത്ര രൂപക്ക് കൊടുക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ്, ഇത് കൃത്യമായിട്ട് കാണിച്ചിരുന്നുണ്ട്. ഇതാ ഇവിടെ പിടിച്ച ടാപ്പ്, എന്നിട്ട് ഇതാ 1 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 1 ഇഞ്ചിൽ കട്ട് ചെയ്യാം കേട്ടോ. നമുക്കിവിടെ വെച്ചിട്ട് ഇതാണ് 1 ഇഞ്ച്, ഇത്ര പണിയുള്ളൂ. ഇതാണ്ടോ, തിരിച്ചിട്ടിട്ട് കറക്കം കൊടുത്താൽ മതി. ഇത് നമുക്ക് 3 രൂപക്ക് സെയിലാക്കാൻ പറ്റുന്ന ബണ്ണ് തന്നെയാണ് കേട്ടോ. കാരണം ഇനി ഇതുപോലെ തന്നെ ഇത് നമുക്ക് 1 ഇഞ്ചിൽ തന്നെ വീതിയിൽ കട്ട് ചെയ്യാം. ഓക്കെ, 1 ഇഞ്ച് വീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതൊറ്റ പ്രാവശ്യം നോക്കിയാൽ മതി, പിന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. 1 ഇഞ്ച് 1.25 ഇഞ്ചിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യണം കേട്ടോ, അതിൽ പുറത്ത് പോകരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പീസ് കുറവായിട്ട് കിട്ടും. ഒറ്റ പ്രാവശ്യം മാത്രം നമ്മളിത് അളവ് പിടിച്ചിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെയൊക്കെ നമ്മളെ ഒരു കണ്ടാൽ തന്നെ നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, കാരണം നമ്മൾ പെണ്ണുങ്ങളല്ലേ, ഏകദേശം ഒരു അളവൊക്കെ നമുക്കറിയാമല്ലോ കുറച്ചൊക്കെ. അപ്പോൾ അടുക്കളയിൽ പെരുമാറുന്ന പോലെ തന്നെ മല്ലിമുളകൊക്കെ ഇടുന്ന പോലെ തന്നെ ഇതിനൊക്കെ ഒരു കണക്കറിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ചെയ്യാണ്ടാവും. ഇതൊക്കെ തിരിച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മളിനി ക്വാളിറ്റി ഉള്ളതും ഞാൻ കാണിച്ചു തരാം. ഇത് റേറ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇതാ ഇവിടെ പിടിച്ച് ഇത് മുഴുവൻ കട്ട് ചെയ്യട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്തായി പോയി. കണ്ട, നല്ല ഭംഗിയില്ല, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാം. ഈ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. കണ്ടോ, ഇത് നല്ല സ്റ്റിഫ്നെസ് കണ്ടോ, തൂർന്നിരിക്കുന്നത്. ഇത് ഇടവിട്ട് പല്ലിൻ്റെ ഇട പോലെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ,
ഇത് പല്ലിൽ ഇടല്ല പോലെ നിൽക്കുന്നുണ്ട്, ഇത് അങ്ങനെയല്ല. കണ്ട ഇത് ഒന്നുകൂടി വട്ടം ഉണ്ടാവും, ഇത് അത്ര വട്ടം ഉണ്ടാവില്ല. പക്ഷേ ഉണ്ടോ നല്ലതുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 രൂപക്കും സെയിലാക്കാം, 3 രൂപക്ക് തന്നെ സെയിലാക്കാം കേട്ടോ. 4 രൂപക്കും വേണമെങ്കിൽ കൊടുക്കും. പക്ഷേ ഇത് 4 രൂപക്കൊന്നും കൊടുക്കരുത്. ഇത് 2 രൂപ 3 രൂപ ആ റേറ്റിൽ, 3 രൂപ കൊടുത്താൽ നഷ്ടമൊന്നും വരില്ല, 2 കൊടുത്താലും നഷ്ടമൊന്നും വരില്ല കേട്ടോ. ആ റേറ്റിൽ കൊടുക്കുക. അപ്പോൾ ഇന്ന് ഫുള്ള് കട്ട് ചെയ്തിട്ട് എത്ര പീസ് ഉണ്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതെന്തായാലും വേസ്റ്റ് ഉണ്ടാവും കേട്ടോ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പൊടിയുടെ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിനി എത്ര പീസ് കിട്ടിയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ടോ കുറച്ച് വീതി കൂടിയതൊക്കെ, ഇത് ഞാൻ കുറച്ച് 2 ബണ്ണിനായിട്ട് ഉണ്ടാവില്ല, അപ്പോൾ അത് കരുതിയിട്ട് വീതി അങ്ങനെ കട്ട് ചെയ്തതാണ് കേട്ടോ. 2 ബണ്ണിന് ഉണ്ടാവില്ല, അപ്പോൾ പറ്റ കമ്മിയായിപ്പോവും. അപ്പോൾ അത് ചില ആൾക്കാർ ഇതിനെക്കാട്ടിലും, അതായത് 1 ഇഞ്ചിലെടുത്ത് 2 ഇഞ്ചിലെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സെയിലാക്കുന്നുണ്ട്, അത് 5 രൂപക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലും പിന്നെ കാണാൻ ഭംഗിയുള്ളതും ഇതൊക്കെ ഇങ്ങനത്തെ ബണ്ണാണ് കേട്ടോ, ഈ ചെറുത് സൈസാണ് ബണ്ണ്. അപ്പോൾ ഇതിന് എത്ര പീസ് ഉണ്ടെന്ന് എണ്ണി നോക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12, ഇത് 12 കിട്ടിയിട്ടുണ്ട്. അതുപോലെ 1 2 3 4 5 6 7 8 9 10, അപ്പോൾ 22 ഉണ്ടായി. 22 1 2 3 4 5 6 7 8 9 10 11, അപ്പം 22 11 23 ആയി. 24 25 26 27 28 29 30 31 32 33 34 35 പീസായി. 36 37 38 39 40 41, 40 പീസ് തന്നെ കണക്ക് കൂട്ടാം. അപ്പോൾ ഈ 40 പീസ് നമ്മൾ 3 രൂപ വെച്ചിട്ട് കണക്ക് കൂട്ടി എത്ര രൂപ വരും? ഇത് നമ്മൾ ഈ 40 പീസ് നമ്മൾ 3 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 120 രൂപ കിട്ടും. ഓക്കെ, അല്ല ഇത് ഇനി 2 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും അറിയാമല്ലോ. 40 പീസ് ആകുമ്പോൾ 80 രൂപ ഇങ്ങനെ കിട്ടും, 70 രൂപ 80 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഇതിന് വരുന്നത്, ഇത് ഈ 100 ഗ്രാമിന് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. വെറും 50 രൂപക്ക് 50 രൂപക്ക് നമുക്ക് ഇത്രയും ബണ്ണുണ്ടാക്കാം, അത്രയും സെയിലാക്കാം. പക്ഷേ ഇത് കടകളിൽ കൊടുക്കുമ്പോഴും ഈ റേറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ 10 പീസ് ഇട്ട് കൊടുക്കുന്നിടത്ത്, അതായത് 10 പീസ് 30 രൂപ കിട്ടണമെങ്കിൽ 4 പീസ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് കടയിലത്തെ ഹോൾസെയിൽ റേറ്റ്. അല്ല നമ്മൾ റീറ്റെയിലായിട്ട് കൊടുക്കുമ്പോൾ ഒരു ബണ്ണിന് നമ്മൾ 3 രൂപക്ക് 4 രൂപക്കും സെയിലാക്കാം. അവർക്ക് കടക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 പീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പീസ് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം, എന്നാലേ നമ്മൾ 30 രൂപ എങ്കിലും തരുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഹോൾസെയിൽ പ്രൈസ്. അപ്പോൾ ഇത് ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഇതെല്ലാവരും ചോദിക്കരുത് ഇത് 100 ഗ്രാം അയച്ചു തരും. 100 ഗ്രാമില്ല, 100 ഗ്രാം ആണെങ്കിൽ എത്രയാണ്? 50 രൂപ ഷിപ്പിംഗ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കാട്ടിലും നല്ലത് 125 രൂപയെ വരുന്നുള്ളൂ ഇതിന് 1/4 kgക്ക്. അതിൻ്റെ കൂടെ 50 രൂപ കൂടി ആഡാക്കിയാൽ 1/4 kg കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ അടുത്തുള്ളതിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ക്വാളിറ്റി കുറവുള്ളതും ഉണ്ട്. അപ്പോൾ മിക്സ് ആക്കിയിട്ട് ആർക്കും ഞാൻ അയച്ചുതരാമെന്ന് കരുതിയിട്ട് ഇത് പോവാതിരിക്കൊന്നുമില്ല, ഇതേ റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ഇനിയും ഇതുപോലത്തെ ബണ്ണിൻ്റെ ഐറ്റംസ് കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഉടൻ ചെയ്യേണ്ട കേട്ടോ, ഓരോ തിരക്ക് കാരണമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ടേക്ക് കെയർ, ബൈ. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞു വന്നതിൻ്റെ അവസാനം വലിയ വീഡിയോ തന്നെ ആയില്ലേ, സോറി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തരാമെന്ന് കരുതിയിട്ടാണ് ഫുള്ളായിട്ട് പറയുന്നത്. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ.